ആലപ്പുഴ പുതുപ്പള്ളിയിൽ വയനാട് ദുരിതാശ്വാസത്തിനായുള്ള ബിരിയാണി ചലഞ്ചിന്റെ പേരിൽ CPM തട്ടിപ്പ്. ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസെടുത്തു. 1,20,000 രൂപ തട്ടിയെടുത്തുവെന്നാണ് FIR-ൽ പറയുന്നത്. വയനാടിനായി പിരിച്ച പണവും നൽകിയിട്ടില്ല. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശരണ്യ, ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് വിവരം പുറത്തു വന്നത്? ഇപ്പോൾ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ പാർട്ടി തലത്തിലും ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? ടോം, 3 CPM പ്രവർത്തകർക്കെതിരെയാണ് ആലപ്പുഴ കായംകുളത്ത് ഇപ്പോൾ കായംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വയനാട് ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി പണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറുന്നതിനായി ബിരിയാണി ചലഞ്ച് നടത്തിയ തുക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി AYF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 CPM പ്രവർത്തകർക്കെതിരെ കായംകുളം പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ 1200 ബിരിയാണികൾ ആണ് 100 രൂപ നിരക്കിൽ ഇവർ വിൽക്കുന്നതിനായി കൊണ്ടുവന്നത്. തുടർന്ന് ഈ ബിരിയാണി ചലഞ്ച് നടത്തുകയും തണൽ എന്ന ഒരു സംഘടന രൂപീകരിച്ച്, അതായത് രജിസ്ട്രേഷൻ ഒന്നുമില്ലാത്തൊരു സംഘടന രൂപീകരിച്ച് അതിന്റെ കീഴിലായിരുന്നു ഇത്തരത്തിൽ ഒരു പണസമാഹരണം നടത്തിയത്. തുടർന്ന് ആളുകൾ പണം നൽകി ബിരിയാണി വാങ്ങുകയും ചെയ്തു. എന്നാൽ ഈ സമാഹരിച്ച തുക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ FIR-ലൂടെ വ്യക്തമാകുന്നത്. കായംകുളം പുതുപ്പള്ളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജൻ, ഒപ്പം തന്നെ തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, DYFI മേഖലാ പ്രസിഡന്റ് അമൽരാജ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കായംകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുള്ളത്. തട്ടിപ്പിനാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. AYFന്റെ പുതുപ്പള്ളി മേഖലാ സെക്രട്ടറി ശ്യാംലാൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് നൽകാനായി ഇവർ ബിരിയാണി ചലഞ്ച് വഴി പണം സമാഹരിച്ചു എന്ന് മാത്രമല്ല, അതുകൂടാതെ തന്നെ പലരുടെയും കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇക്കാര്യങ്ങളും FIR-നകത്ത് പറയുന്നുണ്ട്. എന്തായാലും കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടോം. ശരണ്യ, ഇതിനു മുൻപ് ഈ സമീപകാലത്ത് തന്നെ ആലപ്പുഴയിലെ CPM നേതാക്കൾക്കെതിരെ, പ്രാദേശിക നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ലൈംഗിക പീഡന കേസുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അവിടെയൊക്കെ പാർട്ടി ഇവരെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു. മാത്രമല്ല, ലഹരി കേസിൽ പാർട്ടി നേതാക്കൾ പ്രതിപ്പട്ടികയിൽ വരുന്നു, ആരോപണ വിധേയരാകുന്നു. ഇവിടെ ഈ കേസ്, അതായത് തട്ടിപ്പ് കേസ്, പ്രത്യേകിച്ചും സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ, ഈ തട്ടിപ്പ് കേസിൽ പ്രതികളായിട്ടുള്ള CPM നേതാക്കൾക്ക് പാർട്ടിയുടെ ഒരു സംരക്ഷണം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകില്ല. കാരണം കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരിടമാണ്. ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെ പല തർക്കങ്ങളുമുള്ള, വിഭാഗീയത വളരെ അധികമുള്ള ഒരു സ്ഥലം തന്നെയാണ്. മാത്രമല്ല, ഈ പറഞ്ഞ പോലെയുള്ള കൊട്ടേഷൻ, ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഈ CPM പ്രവർത്തകർക്ക് ആക്ഷേപം നിലനിൽക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് FIR ഇട്ടിട്ടും ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കെതിരെ മറ്റ് നടപടികളിലേക്ക് നീങ്ങിയെന്നൊരു സ്ഥിരീകരണം വരുന്നില്ല. പക്ഷേ ഈ ബിരിയാണി ചലഞ്ച് നടന്നുവെന്നും ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കായംകുളത്തെ CPM പ്രവർത്തകർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ തുടർ നടപടികളിലേക്ക് പോകുമെന്ന് പറയുന്നതല്ലാതെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളോട് നമ്മൾ ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ടോം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. CPM-നെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ആലപ്പുഴയിൽ ദുരിതാശ്വാസ ഫണ്ട് തിരിമറി നടത്തി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം. സംഭവത്തിൽ 3 പ്രാദേശിക CPM നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.